കേരള ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിതനായ അഡ്വക്കേറ്റ് ടി.എസ്. മായാദാസിനെ വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ വ്യാപാര ഭവനിൽ വെച്ച് മെമ്മന്റോ നൽകി ആദരിച്ചു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടും ഒട്ടേറെ വേദികൾ ഞാനും മായാദാസൊക്കെ ഒരുമിച്ച് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ലത്തീഫ, ഞാൻ എപ്പോഴും ആ സംഘാടകർക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം അദ്ദേഹം പൊസിഷൻ അനുസരിച്ച് എന്നേക്കാൾ മുമ്പേ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മായാദാസിന്റെ തൊട്ട് മുമ്പ് എനിക്കൊന്ന് പ്രസംഗിക്കാതാണ്, അല്ലെങ്കിൽ മായാദാസ് കഴിഞ്ഞാൽ 2-3 വ്യാപാരികൾ നൽകി ഈ ആദരവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുവെന്നും വ്യാപാരികളോടൊപ്പം ഉണ്ടാകുമെന്നും മായാദാസ് പറഞ്ഞു. അപ്പൊ ഈ കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റം വന്നെങ്ങനെയാണ് ഇവരുടെ എല്ലാവരും ഇടപെടൽ, മല്ലയ്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു വലിയ സ്വാധീനം നമുക്ക് ഇന്ന് കാണാം. നാളെ ചെല്ലുമ്പോൾ അവരുടെ ഫുള്ള് മല്ലയ്യ ടീമിന്റെ ഫുള്ള് കമ്മത്താൻ എന്ന് പറയുന്ന മാതിരി അവര് ഇവിടെ ചെറിയ ഫാമിലിയാണ്, അവരവരുടെ വലിയ ഫാമിലിയാണ്. ഗൗഡ സാരസ്വത ബ്രാഹ്മണരായ ആളുകൾ വലിയ ഫാമിലിയാണ്. നമ്മളവിടെ ചെല്ലുമ്പോഴാണ് പ്രഭു എന്ന പേരിൽ അവർ വന്ന് കാണുകയും നമ്മളോട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുക. P.S. അബ്ദുൽ സലാം, എൽദോപോൾ, K.K. അബ്ദുൽ ലത്തീഫ്, K.A. മുഹമ്മദ്, C.A. ശങ്കരൻകുട്ടി, V.V. ഫ്രാൻസിസ്, C.A. ഷംസുദ്ദീൻ, C.R. പോൾ ഷിജു, തലക്കോടൻ, പ്രശാന്ത് P. മേനോൻ, പ്രശാന്ത് മല്ലയ്യ, കബീർ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ മേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് കെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.